പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലെ അരിപ്രാഞ്ചി എന്ന കഥാപാത്രത്തെ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറന്നുപോയില്ല. ആ സിനിമയ്ക്കകത്ത് ഒരു സ്റ്റേജിൽ ഒരു കസേര ഉറപ്പിക്കാനായിട്ട് പാടുപെടുന്ന ഒരു കഥാപാത്രം അവസാനം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഈശോ പഠിപ്പിച്ച പാഠങ്ങളിൽ ശിഷ്യന്മാർക്ക് അത്ര പെട്ടെന്ന് ദഹിക്കാതെ പോയ ഒരു പാഠം ഒരു പക്ഷേ ഇതായിരിക്കും: എളിയവനാവുക, തന്നെ താഴ്ത്തുക. കാരണം അവരുടെ ഇടയിലുണ്ടായിരുന്ന തർക്കത്തിൻ്റെ ഒരു അടിസ്ഥാനം തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ള ചിന്തയാണ്. അവസാനത്തെ അത്താഴവേളയിൽ വരെ ഈ സംഭവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് ഈശോ നമ്മോട് പറയുന്നത് എളിമയെന്ന ഗുണം, പുണ്യം ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെയാണ് ക്ഷണിക്കേണ്ടത്, ആരെ പോലെയാണ് പെരുമാറേണ്ടതെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എളിമയോടെ ജീവിക്കുവാനായിട്ട്, മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള നല്ല മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.